ഇതാണ് wave function and its physical meaning. എന്താണ് ഒരു wave function? കാര്യം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ Schrodinger wave equation, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് Schrodinger wave equation, that is h cap psi is equal to E psi. അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get different values for psi, and psi is called, we are calling it as wave function. And what physically psi means, that we are going to discuss. So psi is called a wave function. Actually, in a classical point of view or in a simple point of view, psi is actually the amplitude of the electron wave. Psi actually represents the amplitude. Okay, a electron wave in the amplitude of electron wave. A electron wave in the amplitude ആണ് psi represent ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്, psiയെ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. Psi is also known as amplitude function. നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്ലാസിക്കൽ വേവ് മെക്കാനിക്സിൽ, ക്ലാസിക്കൽ വേവ് ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, അതിന് വേറെ കാര്യം, ഈ psi itself has no physical meaning. Psi സ്വന്തമായിട്ട് എന്തില്ല, ഒരു ഫിസിക്കൽ മീനിങ് ഇല്ല. കാരണം psi simply represents amplitude function, and also that psi contain imaginary numbers. Psiയില് ഇമാജിനറി ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവും. psi ചിലപ്പോൾ psiയുടെ വാല്യൂ ചിലപ്പോൾ എന്താവാം, psi is equal to e raised to minus ix ആവാം, അല്ലെങ്കിൽ a plus ib എന്ന് പറയുന്ന ഇക്വേഷൻ ആവാം. അപ്പൊ അതിൽ I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ psi has no physical meaning. No, we cannot get any interpretation from psi itself. But from psi we can derive all the physically observable properties of the system. ആ സിസ്റ്റത്തിന്റെ എല്ലാ ഫിസിക്കലി ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് നമുക്ക് psi എന്ന് കിട്ടും. പക്ഷെ psi എന്ന് ഒറ്റക്കല്ല, ആൻഡ് നമുക്ക് അതിന് വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. Psi simply from the psi no physical meaning, but from psi we get all the physical information, all the physically observable properties of the system, and that is a different thing. ദേവരാഗ് വന്നിട്ടുണ്ട്, ഒന്ന് ജോയിൻ ചെയ്യട്ടെ. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഹാങ് ആയ പോലെ. അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് psi ഫിസിക്കൽ മീനിങ് ഇല്ല എന്ന് പറയാനുള്ള കാരണം psiയിൽ എന്തുള്ളതുകൊണ്ടാ, ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഫിസിക്കൽ മീനിങ് ഇല്ല എന്ന് പറയുന്നത്. psi ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ആണ്, ആംപ്ലിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ psiയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എല്ലാ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് നമുക്ക് psiയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ psi സിംപ്ലി സ്റ്റാൻഡിൽ നിന്നില്ല, അതിൽ നമ്മൾ അതിന്റെ വേറെ രീതിയിലാണ് ചെയ്യുക. അത് നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് ഇന്റൻസിറ്റി. അങ്ങനെയാണെങ്കിൽ psi സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇന്റൻസിറ്റി ആയിരിക്കും അല്ലെ. psi സ്ക്വയർ റെപ്രസെന്റ്സ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി അല്ലെങ്കിൽ വി ക്യാൻ സേ ഡെൻസിറ്റി, ആ ഇലക്ട്രോൺ വേവിന്റെ ഡെൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യും. അത് നമുക്കിങ്ങനെ എഴുതാം, psi സ്ക്വയർ റെപ്രസെന്റ്സ് ഡെൻസിറ്റി. അപ്പോ മാക്സ് ബോൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു പോയിന്റ് കൊണ്ടുവന്നത്. മാക്സ് ബോൺ ആണ് പറഞ്ഞത്, പിന്നെ psi itself has no physical meaning, but psi square has. Psi square represents the energy density, or we can say psi square represents the probability of finding electron at a particular region or in a particular volume element. That is, we can say psi square is proportional to the probability density at a particular region, at a particular infinitesimally small region around the nucleus. So yes, okay. Our psi square represents the probability. So probability is equal to actually psi square d tau. Okay. So therefore psi square is also known as probability density. Probability, or we can say it is the density function. Density function. Yes. Screen കാണാൻ പറ്റുന്നില്ല. ഇതുവരെ കണ്ടില്ല, സ്ക്രീൻ കണ്ടിട്ടില്ല? ഇല്ല.
എന്നിട്ട് ഏതൊക്കെ ഇത് കുട്ടി ലെഫ്റ്റ് ആയി എനിക്കൊന്നും അത് നീ ഒന്നൊരു കാര്യം ചെയ്യും, അത് പിന്നെ പിൻ ചെയ്താൽ മതി. ഒന്ന് നോക്ക്, എന്നെ ഒന്ന് പിൻ ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റും കേട്ടാ. ഓക്കെ, റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ സൈ സ്ക്വയർ റെപ്രസെന്റ്സ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ ഒരു പർട്ടിക്കുലർ വോളിയത്തില് പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സൈ സ്ക്വയറിനെ ഡീറ്റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡീറ്റോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണെന്ന് വിളിക്കുന്നത്, ഡീറ്റോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ സൈ ഇറ്റ് സെൽഫ് റെപ്രസെന്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഫംഗ്ഷൻ. ദർ ഈസ് നോ ഫിസിക്കൽ മീനിങ്. ഓക്കെ, ബട്ട് സൈ സ്ക്വയർ represents the probability or the energy density or the electron density. അല്ലെ, ഇതൊക്കെയാണ് സൈ സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി എന്ന് പറയാം. ഇതൊക്കെയാണ് സൈ സ്ക്വയർ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള പെർട്ടിക്കുലർ വോളിയത്തിലുള്ള പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സൈ സ്ക്വയറിനെ ഡീറ്റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഡീറ്റോ ഇസ് ദി ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇനി സൈ സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ പറയാ സൈ സ്റ്റാർ എന്ന് വിളിക്കുക. ഇഫ് സൈ ഇസ് ദ ഇമാജിനറി ഫംഗ്ഷൻ, സൈ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ സൈ സ്ക്വയർ പകരം സൈ സ്റ്റാർ എടുക്കണം. എന്തുകൊണ്ടാ? ഫോർ എക്സാമ്പിൾ, ഇപ്പോ സൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നിരിക്കുക, ഇത് കോംപ്ലക്സ് നമ്പർ എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈ സ്ക്വയറിന്റെ വാല്യൂ എന്താ കിട്ടുക? സൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ്, അല്ലെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2aib എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ എ കോംപ്ലക്സ് ഫംഗ്ഷൻ. അതായത് ഞാൻ പറഞ്ഞത് പോലെ ഇതാണ്, സൈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ എ പ്ലസ് ഐ ബി ആണ് സൈ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈനെ സ്ക്വയർ എന്താ കിട്ടുക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2aib എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഇൻ ഇമാജിനറി നമ്പർ ഈസ് ദർ. ദർഫോർ ഞാൻ പറഞ്ഞു സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്. സൈ സ്ക്വയർ ഈസ് ദ പ്രോബബിലിറ്റി. അപ്പൊ സൈ സ്ക്വയർ ഇമാജിനറി ആവുക എന്ന് പറയുന്നത് എന്തല്ല, അത് മീനിങ്ലെസ് ആണ്. കാരണം സൈ സ്ക്വയർ റെപ്രസെന്റ് ദ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഷുഡ് ബി റിയൽ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതായിരിക്കാണ്. പ്രോബബിലിറ്റി എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം, അല്ലെ? പ്രോബബിലിറ്റി ഇമാജിനറി ആവുക എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്, അബ്സർഡിറ്റി ആണ്, അല്ലെ? അപ്പൊ സൈ സ്ക്വയർ മസ്റ്റ് ബി റിയൽ. അതുകൊണ്ട് തന്നെ സൈ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. നമ്മൾ സൈ സ്ക്വയറിൽ എടുക്കുക, മറിച്ച് സൈ സ്റ്റാർ എടുക്കുക. അപ്പൊ ആ സമയത്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു സൈ സ്റ്റാർ ഡീറ്റോ ആയിരിക്കും. സൈ സ്റ്റാർ ഡീറ്റോ. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോ ഉദാഹരണത്തിന് ഈ കേസ് എടുക്കുക. ഇപ്പൊ എ പ്ലസ് ഐ ബി എന്നിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇതെന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താ? വാട്ട് ഈസ് സൈ സ്റ്റാർ? സൈ സ്റ്റാർ എന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. 1 minute please. ഓക്കെ, അപ്പോ നോക്കാം. ഓക്കെ, അപ്പോ സൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ വാട്ട് ഈസ് സൈ സ്റ്റാർ? സൈ സ്റ്റാർ എന്നായിരിക്കും പറ. സൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ വാട്ട് വിൽ ബി സൈ സ്റ്റാർ? സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സൈ ആണ്. സൈയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റിനാണ് എന്ത് വിളിക്കുക? സൈ സ്റ്റാർ എന്ന് വിളിക്കുക. അപ്പൊ സൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ വാട്ട് വിൽ ബി സൈ സ്റ്റാർ? എ മൈനസ് ഐ ബി ആയിരിക്കൂലേ? അല്ലെ, എ പ്ലസ് ഐ ബിയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ ഐയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് മൈനസ് ഐ, അല്ലെ? അപ്പൊ സൈ എ പ്ലസ് ഐ ബി ആണെങ്കിൽ സൈ സ്റ്റാർ വിൽ ബി ഈക്വൽ ടു എ മൈനസ് ഐ ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി സൈ സ്റ്റാർ? സൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി, അല്ലെ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ, അല്ലെ, മൈനസ് എ ഐ ബി, അല്ലെ, പ്ലസ് എ ബി മൈനസ് ഐ ബി സ്ക്വയർ.
ഇതല്ലേ വരിക എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വരിക. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് പറഞ്ഞാൽ എ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പൊ എ സ്ക്വയർ സോറി എ പ്ലസ് ഐ ബി അല്ലേ, സോറി വിട്ടുപോയി, സോറി this is equal to a plus ib into a minus ib, and that is equal to a square minus b square, that is a square minus b square is equal to ib the whole square, and that is equal to a square അല്ലേ. എന്താ വരും ib whole square എന്ന് പറഞ്ഞാൽ ib whole square എന്ന് പറഞ്ഞാൽ i square b square, what is i square is equal to -1 അല്ലേ. അപ്പൊ -1 into b square, അപ്പൊ ഇവിടെ എന്ത് വരും, this will be equal to എന്താവും a square plus b square, that means it is real. അപ്പൊ കണ്ടില്ലേ, അപ്പൊ a plus ib എന്ന് പറയുന്ന കോൺജുഗേറ്റ് ഫംഗ്ഷൻ ആണ്, സോറി കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് നമ്മുടെ സൈ എങ്കിൽ സൈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഇതാണ്, a square minus b square plus 2aib, and that is also a complex number, imaginary, and that is absurdity because psi square represents probability. Psi square represent ചെയ്യുന്നത് പ്രോബബിലിറ്റി ആണ്. അപ്പൊ അത് ഇമാജിനറി ആവുക എന്ന് പറയുന്നത് അബ്സർഡിറ്റി ആണ്. കാരണം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഷുഡ് ബി എ റിയൽ നമ്പർ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസിൽ നമ്മൾ സൈ സ്ക്വയർ അല്ല എടുക്കുക, മറിച്ച് സൈ സ്റ്റാർ എടുക്കണം. എന്ന് പറഞ്ഞ സൈയെ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എ പ്ലസ് ഐ ബി ഇൻറ്റു കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ബി ദ ഹോൾ സ്ക്വയർ അല്ലെ. ഐ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മൈനസ് ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്, -1 ബി സ്ക്വയർ, അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് ബി സ്ക്വയർ എന്ന് വരും, ആൻഡ് ദാറ്റ് ഇസ് എ റിയൽ വാല്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈയെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത റിയൽ ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് സൈ സ്ക്വയർ റെപ്രസെന്റ്സ് പ്രോബബിലിറ്റി ഓർ സൈ സ്റ്റാർ റെപ്രസെന്റ് പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ എപ്പോഴാണ് സൈ സ്റ്റാർ എടുക്കുക? ഇഫ് ദ ഫംഗ്ഷൻ ഈസ് എ ഇമാജിനറി ഫംഗ്ഷൻ ഓർ എ കോംപ്ലക്സ് ഫംഗ്ഷൻ, then we should take സൈ സ്റ്റാർ. അപ്പൊ ഒരു പെർട്ടിക്കുലർ വോളിയം എലമെന്റിലുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് ഏത്? സൈ. അപ്പൊ സൈ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനും സൈ സ്ക്വയർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫംഗ്ഷനുമാണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ വോളിയത്തിലുള്ള പ്രോബബിലിറ്റി കാണാൻ വേണ്ടി സൈ സ്ക്വയറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ആ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഡീറ്റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ എച്ച് ക്യാപ്പ് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്ന സ്ക്രോഡിംഗർ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് മെനി വാല്യൂസ് ഓഫ് സൈ. സൈക്ക് കുറെ വാല്യൂസ് കിട്ടും. ബട്ട് ഓൾ ഓഫ് ദം ആർ നോട്ട് ആക്സെപ്റ്റബിൾ. എല്ലാ വേവ് ഫംഗ്ഷനുകളും ആക്സെപ്റ്റബിൾ അല്ല. മനസ്സിലാക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എച്ച് ക്യാപ് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് സൈ. അതായത് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറെ വാല്യൂസ്, കുറെ ഫംഗ്ഷൻസ് സൈക്ക് കിട്ടാം. പക്ഷെ അത് മുഴുവനും എന്തല്ല, ആക്സെപ്റ്റബിൾ അല്ല. ഒരു ഫംഗ്ഷൻ ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ, അതായത് അത് ഐഎൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ, ഐഎൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ there should be some condition. There are some condition. ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. സൈ എന്തായിരിക്കണം? സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഒരു പോയിന്റിൽ ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. കാരണം നമുക്കറിയാം സൈ സ്ക്വയർ, ആ സൈ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ആ പോയിന്റിലുള്ള പ്രോബബിലിറ്റി ആണ് സൈയുടെ സ്ക്വയർ ചെയ്താൽ കിട്ടുക. അപ്പൊ അത് സിംഗിൾ വാല്യൂ അല്ല, ഡിഫറെന്റ് വാല്യൂ വരിക എന്ന് പറയുന്നത് എന്താണ്? മേക്ക് കൺഫ്യൂഷൻ. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സൈയുടെ വാല്യൂ ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. ഇൻ എ പെർട്ടിക്കുലർ പോയിന്റ് സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂ. ഡിഫറെന്റ് വാല്യൂ സൈക്ക് ഒരു പോയിന്റിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മേക്സ് കൺഫ്യൂഷൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈ മസ്റ്റ് ബി എന്തായിരിക്കണം? സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അപ്പൊ സൈയുടെ ഒരു വാല്യൂ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സൈക്ക് ഒരു വാല്യൂ വരാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് കണ്ടീഷൻ ടു ബി an acceptable wave function. രണ്ടാമത്തത് സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് അല്ലെ. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സൈയുടെ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കണം, ഇൻഫിനിറ്റ് ആവരുത്. ഒരു പോയിന്റിൽ സൈ ഇൻഫിനിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിൽ സൈ ഇൻഫിനിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വേവ് സ്ട്രക്ക് അറ്റ് ദാറ്റ് പോയിന്റ്, ആ പോയിന്റിൽ മാത്രമാണ് വേവ് ഉണ്ടാവുന്നല്ലേ അർത്ഥം? അത് അബ്സർഡിറ്റി അല്ലേ? അതായത് സൈ എന്ന് പറയുന്നത് ഒരു വേവ് ആണ്, ഇലക്ട്രോൺ വേവ് ആണ്. അത് എല്ലാ സ്ഥലത്തും നമ്മൾ അത് വ്യാപിക്കുന്നതാണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സൈയുടെ വാല്യൂ ഇൻഫിനിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് വേവ് സ്ട്രക്ക് ദാറ്റ് പോയിന്റ്, ആ പോയിന്റിൽ മാത്രമേ ആ വേവ് ഉണ്ടാവും അർത്ഥം.
അത് ഒരു വേവിന്റെ പ്രോപ്പർട്ടി അല്ലല്ലോ. ഒരു വേവ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലായിടത്തും ഉണ്ടാവില്ല, ആ സ്പേസിൽ മുഴുവൻ ഉണ്ടാവില്ലേ ആ വേവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വരിക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മീനിങ്ലെസ്. അപ്പൊ സൈ മസ്റ്റ് ബി ഫൈനൈറ്റ്. സൈ എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. അതിന്റെ വാല്യൂ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കണം. ഇൻഫിനിറ്റ് വാല്യൂ ഒന്നും വരാൻ പാടില്ല എന്നർത്ഥം. മൂന്നാമത് സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് അല്ലെ. അതായത് ഒരു വേവ് ഫംഗ്ഷൻ, വേവ് ആയതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പെട്ടെന്ന് ഒരു സഡൻ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാൻ പാടില്ല. നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ഒരു സ്മൂത്ത് ഗ്രാഫ് കിട്ടണം. പെട്ടെന്ന് ഒരു വാല്യൂ ഇങ്ങനെ അങ്ങനെ പോകുന്ന അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കരുത് സൈയുടെ ഫംഗ്ഷൻ. അപ്പോ ദീസ് ആർ ദി കണ്ടീഷൻ ഫോർ ആൻ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ. ഒന്ന്, സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂ. അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് psi should have only one value. Different value varan padilla, that make confusion. And psi must be infinite at a particular point. If any point psi become infinite means the wave is struck at that point only, and that is meaningless in the case of a wave. And psi must be continuous. There should be no sudden increase, sudden abrupt increase of value of psi at any point. Psi must be a continuous function. So these are the condition for a wave function to be acceptable, and this type of function are called a well-behaved function. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് വിളിക്കുക? ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഈ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഒബേ ചെയ്യുന്ന ഫംഗ്ഷനുകളാണ് വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ സൈക്ക് നമ്മുടെ h cap psi is equal to e psi സോൾവ് ചെയ്യുമ്പോൾ we get so many values of psi, but all of them are not acceptable. For an in function, only some functions are acceptable that obeys this condition, that is it should have single value, it should be finite, it should be continuous. Okay, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ സൈക്ക് in ഫംഗ്ഷൻ കറസ്പോണ്ടിങ് എനർജി വാല്യൂ ഉണ്ടാവില്ലേ അല്ലെ? in ഫംഗ്ഷന് കറസ്പോണ്ടിങ് എനർജി വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓൺലി സം എനർജി വാല്യൂസ് ആർ പോസിബിൾ. ഓരോ in ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു in വാല്യൂ ഇ ഉണ്ടാവും, എനർജി ഉണ്ടാവും. അപ്പോ in ഫംഗ്ഷൻ കുറെ അങ്ങനെ തോന്നിയ പോലെ ഫംഗ്ഷൻ ഉണ്ടാവില്ല. വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് അവിടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി മാത്രമേ ആക്സെപ്റ്റബിൾ ആയിരിക്കും അർത്ഥം. എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ഡിസ്ക്രീറ്റ്, ഓർ വി ക്യാൻ സേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് ആണ്. Only discrete values of energy is possible. Not all values are not possible. Okay, so these are the condition for an acceptable wave function. അങ്ങനെയാണെങ്കിൽ പറ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറ. Indicate which of the following functions are acceptable as wave function. Psi is equal to x. പറയൂ. Psi is equal to x എന്ന് പറയുന്നത് ഒരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണോ അല്ലേ? പ്ലീസ് ആൻസർ. Psi is equal to x എന്നുള്ളത് ഒരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണോ അല്ലേ? ആണോ? അല്ല. എന്തുകൊണ്ടാ വെച്ചാല് ഇവിടെ എക്സ് ഇൻഫിനിറ്റി ആവുമ്പോ സൈയും എന്താവും? ഇൻഫിനിറ്റ് ആവൂലേ അല്ലെ? when x becomes infinity, psi also become infinite അല്ലെ? so it is not acceptable. It is not an acceptable wave function. അപ്പൊ psi is equal to x എന്ന് പറയുന്നത് ഒരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറോ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണോ? ഇവിടെയും എന്ത് സംഭവിക്കും? അല്ലെ? psi tends to infinity when x tends to infinity അല്ലെ? അപ്പൊ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോ psi എന്ത് ഇൻഫിനിറ്റിയിലേക്ക് പോലെ എക്സ് സ്ക്വയർ ആവുമ്പോഴും. അപ്പൊ ഇറ്റ് ഈസ് not acceptable. ഇനി psi is equal to sin x. അതൊരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണ്. കാരണം ഇതെന്താണ്? ഇതിന്റെ വാല്യൂ എന്തല്ല, ഫൈനൈറ്റ് വാല്യൂ. സൈൻ എക്സ് എന്ന വാല്യൂ എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും അല്ലെ? അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഓരോ എക്സ് വാല്യൂലും സൈൻ എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, വാല്യൂസ് ആർ ഫൈനൈറ്റ് അല്ലെ, ആൻഡ് ഇറ്റ് ഈസ് സിംഗിൾ വാല്യൂ, ദെർഫോർ ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. അപ്പൊ psi is equal to sin x എന്ന് പറയുന്നത് ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണ്.
ഇനി psi is equal to e raised to x പറ ആക്സെപ്റ്റബിൾ ആണോ അല്ലേ? psi is equal to e raised to x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സെപ്റ്റബിൾ ആണോ അല്ലേ? ആലോചിച്ച് നോക്ക്, കിട്ടുമല്ലോ. ആക്സെപ്റ്റബിൾ അല്ല അല്ലെ? എന്തുകൊണ്ടാ? എന്തുകൊണ്ട് ആക്സെപ്റ്റബിൾ അല്ലാത്തത്? അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ അതിൽ ഡിസ്കണ്ടിന്യൂറ്റി വരും അല്ലെ? അത് മാത്രമല്ല നമ്മൾ ഈ വാല്യൂ നോക്കിയാൽ തന്നെ when x tends to infinity, what is e raised to infinity? Infinity അല്ലേ വരിക അല്ലേ? e raised to infinity എന്ന ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ it is also not acceptable. And what is e raised to minus x? e raised to minus x ആയാലോ? ഇവിടെയും എക്സ് ഇൻഫിനിറ്റി ആവുമ്പോൾ പ്രശ്നമല്ല. എക്സ് ഇൻഫിനിറ്റി ആവുമ്പോൾ psi is equal to ഇവിടെ e raised to minus x എന്ന് പറഞ്ഞാൽ 1 by e raised to x ആണല്ലോ. അപ്പൊ 1 by e raised to infinity എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ? അപ്പൊ കുഴപ്പമില്ല. പക്ഷേ when x tends to minus infinity, x മൈനസ് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പൊ psi is equal to എന്താ വരിക? e raised to infinity എന്ന് വരും. That is equal to infinity അല്ലെ? അപ്പൊ it is also not acceptable. And what about e raised to minus x square? അവിടെ എക്സ് ഇൻഫിനിറ്റി ആവുമ്പോഴും ഓർ എക്സ് മൈനസ് ഇൻഫിനിറ്റി ആവുമ്പോഴും എന്താ വരിക? e raised to minus x square ആണല്ലോ. അപ്പൊ 1 by e raised to x square എന്നല്ലേ വരിക. അപ്പൊ രണ്ട് കേസിലും 1 by e raised to infinity square അവ 0 ആണ്. അതേപോലെ 1 by e raised to minus infinity square ആണെങ്കിലും മൈനസിന്റെ സ്ക്വയർ ആയതുകൊണ്ട് പ്ലസ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ സർ, ഒന്നുകൂടെ സ്ക്രീൻ കാണിച്ചു തരൂ. അതായത് ഇതാണ് 1 by e raised to x e raised to minus x square അല്ലേ എന്ന് പറഞ്ഞാൽ 1 by e raised to x square. അപ്പൊ x ഇൻഫിനിറ്റി ആണെന്നിരിക്കുക. അപ്പൊ 1 by e raised to infinity square that is equal to 0. അതേപോലെ 1 by e raised to minus infinity square ആണെങ്കിലും എന്ത് തന്നെ വരിക? 0 വരിക. അപ്പൊ this is an acceptable wave function. അപ്പൊ e raised to x ഓ e raised to minus x ഓ ആക്സെപ്റ്റബിൾ അല്ല. പക്ഷെ e raised to minus x square എന്താണ്? ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് tan x? psi is equal to tan x. Is it acceptable wave function? What about tan pi by 2? tan pi by 2 എത്രയാ? ഇൻഫിനിറ്റി ആണ്. tan pi by 2 is equal to infinity ആണ്. ഓക്കെ, അതുകൊണ്ട് this is also not acceptable. കാരണം tan pi by 2 is equal to infinity വാല്യൂ. അപ്പോൾ it is also not acceptable. അപ്പോൾ acceptable wave function ഇതിൽ ആകെ രണ്ടെണ്ണം വരുന്നുള്ളൂ. ഒന്ന് sin x ഉം മറ്റേത് e raised to minus x square. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ there are three conditions. ഒന്ന്, it should be എന്താണ് സിംഗിൾ വാല്യൂ, it should be finite, it should be continuous. These are the എന്താണ് condition for an acceptable wave function. This is called a well behaved function. Right, another question. Okay, a wave function is given as psi is equal to sin x. Is it acceptable? Is it normalized? Normalization പറഞ്ഞില്ല അല്ലേ? സ്ലൈഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ അല്ലേ ഇത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് എന്താണ് നോർമലൈസേഷൻ എന്ന് പറയാം. വെയിറ്റ്,
യെസ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് both. എന്തോ സംഭവിച്ചത്, വായിച്ചിട്ട് പോകുന്നില്ല. എല്ലാ സ്ലൈഡിലും ഈ എഴുത്ത് വരെയും ചെയ്തിട്ടുണ്ട്. സംതിങ് ഹാപ്പൻസ്. ഒരു വൈറസ് കയറികളുണ്ടല്ലോ. Just a minute, wait. ഓക്കെ, ഇപ്പോ സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ, അപ്പോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചു. സൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ വോളിയത്തിലുള്ള ഒരു ഇൻഫിനിറ്റെസിമലി സ്മോളർ വോളിയത്തിലുള്ള പ്രോബബിലിറ്റിയാണ് സൈ സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈ സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ഇഫ് ഐ എം ഇന്റഗ്രേറ്റിംഗ് സൈ സ്ക്വയർ ഓവർ ഓൾ ദ എൻറ്റയർ റീജിയൻ? ആ റീജിയൻ മൊത്തത്തിൽ ഞാൻ സൈ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കണ്ടുപിടിക്കുന്നത്? ഐ എം കാൽക്കുലേറ്റിംഗ് ടോട്ടൽ പ്രോബബിലിറ്റി, അല്ലെ? ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള പ്രോബബിലിറ്റിയാണ് സൈ സ്ക്വയർ. സൈ സ്ക്വയർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇൻ എ പെർട്ടിക്കുലർ വോളിയം എലമെന്റ് ഡീറ്റോ. ഡീറ്റോ എന്ന് പറയുന്ന ഒരു ചെറിയ വോളിയം എലമെന്റിലുള്ള പ്രോബബിലിറ്റിയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? സൈ സ്ക്വയർ ഡീറ്റോ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? സൈ സ്ക്വയർ ഡീറ്റോ റെപ്രസെന്റ്സ് പ്രോബബിലിറ്റി ഇൻ എ സ്മോൾ വോളിയം എലമെന്റ് ഡീറ്റോ. അപ്പൊ ഞാൻ ഐ എം ഇന്റഗ്രേറ്റിംഗ് ഓൾ ഓവർ ദി ഏരിയ, ഓൾ ഓവർ ദി സ്പേസ്, integral psi square d2. That means I am calculating total probability. And what will be total probability? ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത ആ മൊത്തം ഏരിയയുടെ സാധ്യത എത്രയാ? യൂണിറ്റി അല്ലേ? 1 അല്ലേ? ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത ആ മൊത്തം ഏരിയയിൽ എത്രയാ? 1 ആണ്. അപ്പൊ ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോയുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. And that is called normalization, or that function is called a normalized wave function. Wave function normalized ആയിരിക്കണം. കാരണം
സൈ സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോബിലിറ്റിയാണ്. സൈ സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്ന പ്രോബിലിറ്റി ആയതുകൊണ്ട് ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോയുടെ വാല്യൂ 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അത് യൂണിറ്റ് ആയിരിക്കും. പ്രോബിലിറ്റിയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് പ്രോബിലിറ്റി? അല്ലെ 1 അല്ലേ? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാല് കാണാനുള്ള സാധ്യത അല്ലെ? ടോട്ടൽ ഏരിയ ഇലക്ട്രോൺ എന്തായാലും ഉണ്ടല്ലോ. ഇലക്ട്രോൺ മൊത്തം എവിടെയുള്ളത്? ആ മൊത്തം ഏരിയയിലാണ് ഇലക്ട്രോൺ ഉള്ളത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോയുടെ വാല്യൂ എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. കാരണം സൈ സ്ക്വയർ ഡീറ്റോ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഇൻ എ സ്മോൾ വോളിയം എലമെന്റ് ഡീറ്റോ. ഇഫ് ഐ എം ഇന്റഗ്രേറ്റിംഗ് ഓൾ ഓവർ ദ റീജിയൻ, ഓൾ ഓവർ ദ സ്പേസ്, integral psi square dito, integral from minus infinity to plus infinity, that is all over the region, then that electron should be there, electron probability should be 1, and integral psi square, integral minus infinity to plus infinity, psi square dito should be equal to 1, and that is called a normalization, and wave function is called a normalized wave function. Suppose നമ്മളിങ്ങനെ കിട്ടുന്ന wave function normalized അല്ലെങ്കിൽ ബാക്കിയെല്ലാ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സിംഗിൾ വാല്യൂഡ് ആണ്, ഫൈനൈറ്റ് ആണ്, അതുപോലെ എന്താണ് പിന്നെന്തായിരുന്നു കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് ചില കേസിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ സപ്പോസ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 1, സപ്പോസ് വി ആർ ഗെറ്റിംഗ് എ കോൺസ്റ്റന്റ് സി അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നോർമലൈസ്ഡ് അല്ല. അപ്പൊ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? സപ്പോസ് ഈ ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ ഇസ് ഈക്വൽ ടു സി, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ? 1 by അല്ലെ റൂട്ട് സി കൊടുത്താൽ പോരെ? 1 by റൂട്ട് സി സൈ ആയിരിക്കും. അപ്പൊ എന്ത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. അപ്പൊ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1 by റൂട്ട് സി ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 1 by റൂട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 1 by റൂട്ട് സി സൈ ആയിരിക്കൂലേ? ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോയുടെ വാല്യൂ സപ്പോസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1, സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് സി. So we have to multiply with a normalization constant, that is 1 by root c. Then it will be normalized, and this is the process of normalization. അപ്പോൾ ചിലപ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, നോർമലൈസ്ഡ് ആയിരിക്കില്ല. അപ്പൊ നോർമലൈസ്ഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നോർമലൈസ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ കണ്ടുപിടിക്കുക. അത് 1 ആണെങ്കിൽ നോർമലൈസ്ഡ് ആണ്, 1 അല്ല സി ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നെങ്കിൽ ആ 1 by റൂട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കില്ല 1 by റൂട്ട് സി അല്ലെ സൈ. നിങ്ങളത് ചെയ്ത് നോക്ക്. 1 by റൂട്ട് സി സൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എത്ര വരും? 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ സി ആയിരുന്നു. അപ്പൊ 1 by റൂട്ട് സി സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു അല്ലെ? അപ്പൊ 1 by സി എന്ന് വരും. അപ്പൊ 1 by സി ഇപ്പുറത്തേക്ക് എടുത്ത് 1 by സി ഇൻറ്റു 1 by സി ക്യാൻസൽ ഈസ് ഈക്വൽ ടു 1 വരും. അതുകൊണ്ട് 1 by റൂട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായിക്കോ? അതായത് സൈ നോർമലൈസ്ഡ് അല്ല, സൈ സ്ക്വയർ ഡീറ്റോ ചെയ്യുമ്പോൾ സി ആ കിട്ടുന്നിരിക്കുക. അപ്പൊ അതിന് നോർമലൈസ് ചെയ്യാം 1 by റൂട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഇന്റഗ്രൽ 1 by റൂട്ട് സി സൈ ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, അത് സി എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ അല്ലെ 1 by റൂട്ട് സി സ്ക്വയർ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു 1 by സി വരെ 1 by സി സൈ സ്ക്വയർ ഡീറ്റോ ഇസ് ഈക്വൽ ടു സി. അപ്പൊ ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ ഇസ് ഈക്വൽ ടു സി ബൈ സി ഇസ് ഈക്വൽ ടു 1 കിട്ടും. അപ്പൊ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആയി. അപ്പൊ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എ നോർമലൈസേഷൻ കണ്ടീഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ a wave function is given as psi is equal to sin x. Is it acceptable? Is it normalized? Is it acceptable ആണോ നോർമലൈസ്ഡ് ആണോ? ആക്സെപ്റ്റബിൾ ആണ്. കാരണം അത് സിംഗിൾ വാല്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻ എക്സിന് ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണ്. കാരണം അത് സിംഗിൾ വാല്യൂഡ് ആണ്, അതേപോലെ തന്നെ ഫൈനൈറ്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് നോർമലൈസ്ഡ് ആണ്. വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ ഡി എക്സ്? സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്താ? 1 ആണോ? ഇസ് ഇറ്റ് ഈക്വൽ ടു 1 ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1 അല്ലെ? അപ്പൊ ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട്
നോർമലൈസ്ഡ്. ഇത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ അല്ല. അപ്പൊ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യണം. കാരണം ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 1 അല്ല. എത്ര വാല്യൂ എനിക്ക് ഓർമ്മയില്ല. എത്ര വാല്യൂ ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്? അറിയാം? ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എത്രയാണോ? എന്നോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ പഠിച്ചു, മാത്സെല്ലാം പഠിച്ചുകൊടുക്കില്ല നിങ്ങൾ? ഓർമ്മയില്ല? അത് എന്തായാലും 1 അല്ല. അപ്പൊ അതുകൊണ്ട് സൈൻ എക്സ് എന്ന് പറയുന്നതല്ല നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ അല്ല. ആക്സെപ്റ്റബിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് നോർമലൈസ്ഡ്. ഇറ്റ് ഷുഡ് ബി നോർമലൈസ്ഡ്. Okay, next. The functions given below are defined in the interval x is equal to minus a and x is equal to plus a as follows. That is f1x is equal to n1 a square minus x square. f2x is equal to n2x a square minus x square. f3x is equal to n3 a square a raised to 4 minus x raised to 4. Assuming the values of the function to be 0 for x is equal to x less than minus a, x greater than, calculate normalization constant n1, n2, n3. ഇതൊരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങളത് സോൾവ് ചെയ്തിട്ട് എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഫംഗ്ഷൻസിനെ നോർമലൈസ് ചെയ്യാം. എന്നിട്ട് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് n1, n2, n3 എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഐ ആം ഗിവിംഗ് ദിസ് യു ആസ് എ ഹോംവർക്ക്. ഇത് നമ്മൾ പറഞ്ഞു. അപ്പോ ഓർത്തോ നോർമൽ സെറ്റ് നമ്മൾ നേരത്തെ അവസാനിപ്പിക്കുകയാണ് ലാസ്റ്റ് പോയിന്റ്. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വാട്ട് ഈസ് എൻ ഓർത്തോഗണൽ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഓർത്തോഗണൽ ഓർത്തോഗണൽ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഓർത്തോഗണാലിറ്റി? ഇപ്പൊ ψ1 ആൻഡ് ψ2 ആണ് രണ്ട് ഐ എൻ ഫംഗ്ഷൻ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്താ? ഇന്റഗ്രൽ ψ1 ψ2 d tau is equal to എന്താണ്? What is orthogonality condition? 0. And what is normalization condition? 1. Integral ψ1 ψ2 അല്ല, ψ1 square d tau is equal to 1 or integral ψ2 square d tau is equal to 1. അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇന്റഗ്രൽ ψi psi j d tau is equal to, I am writing it as delta ij. അല്ലേ? delta ij is equal to 0 if എപ്പോഴാ? Integral psi I psi j d tau is equal to delta ij or del ij. Del ij is equal to 0 if I is not equal to j. അതായത് ψ1 ψ2 d tau ആകുമ്പോഴാണ് 0 വരിക. ψ1 സ്ക്വയറോ ψ2 സ്ക്വയറോ ആകുമ്പോഴാണ് 1 വരിക. അപ്പൊ രണ്ട് ഒരേ വേവ് ഫംഗ്ഷൻ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വേവ് ഫംഗ്ഷനും അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആകുമ്പോഴാണ് എന്ത് വരിക? നോർമലൈസ്ഡ് ആവുക. ഡിഫറന്റ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഓർത്തോഗണൽ ആയിരിക്കും. മനസ്സിലായിക്കോ? ഓർത്തോഗണാലിറ്റി എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ψ1 ψ2 രണ്ട് ഡിഫറന്റ് വേവ് ഫംഗ്ഷനാണ്. അപ്പൊ 0 ആയിരിക്കും. ഒരേ വേവ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ψ1 സ്ക്വയർ അല്ലെങ്കിൽ ψ1 സ്റ്റാർ d tau ആണെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ψ2 സ്ക്വയർ അല്ലെങ്കിൽ ψ2 സ്റ്റാർ d tau is equal to 1 ആയിരിക്കും. So generally by combining these two equation we can write integral psi I psi j d tau is equal to del ij. Del ij is equal to 0 if I not equal to j, and del ij is equal to 1 if എപ്പോഴാ? I equal to j. I equal to j. Okay, and this is called an orthonormal set. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഓർത്തോനോർമൽ സെറ്റ് എന്ന് വിളിക്കുക. അപ്പൊ രണ്ട് വേവ് ഫംഗ്ഷൻ ψ1 and ψ2 അല്ലെ, അല്ലെങ്കിൽ ψi and ψj അല്ലെ. അപ്പൊ അത് നോർമലൈസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ψi സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഇന്റഗ്രൽ ψj സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ψi ψj d tau ഈസ് ഈക്വൽ ടു 0. അപ്പൊ വേവ് ഫംഗ്ഷനുകൾ ഓർത്തോനോർമൽ സെറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷനെ നിങ്ങൾ സ്ക്വയർ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും. അല്ലെ, ഡിഫറന്റ് വേവ് ഫംഗ്ഷൻ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഇന്റഗ്രൽ ψ1 ψ2 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇന്റഗ്രൽ ψ1 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ψ2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ദാറ്റ് മീൻസ്
എന്താണ് വേവ് ഫംഗ്ഷൻസ് ആർ ഓർത്തോഗണൽ ആൻഡ് നോർമൽ. നോർമലൈസ്ഡ് ആയിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും. ക്വാണ്ടം മെക്കാനിക്സിലുള്ള വേവ് ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത് ദേ ആർ ഓർത്തോ നോർമൽ. ഓർത്തോഗണലുമാണ്, നോർമലൈസ്ഡും ആണ്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത ഫംഗ്ഷനുകൾ എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ψ1 ψ2 dτ. അപ്പൊ വാല്യൂ 0 ആയിരിക്കും. നോർമലൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇന്റഗ്രൽ ψ1 സ്റ്റാർ അല്ലെങ്കിൽ ψ1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അല്ലെങ്കിൽ ψ2 സ്റ്റാർ അല്ലെങ്കിൽ ψ2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദാറ്റ് ഈസ് നോർമലൈസ്ഡ്. ക്ലിയർ ആണല്ലോ? സംശയമുണ്ടോ? 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 ഉണ്ടോ? ഇന്നിരുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? ആണോ? എല്ലാം ക്ലിയറാ? എന്നാ പറ, എന്താ ഒരു സർ നോർമലൈസേഷന്റെ ഒന്നുകൂടെ പറഞ്ഞുതരുമോ? നോർമലൈസേഷൻ ഇത് ക്ലോസ് ചെയ്തു. നോർമലൈസർ ഒന്നുമില്ല. അതായത് സൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണല്ലോ. സോറി, സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് എ പ്രോബബിലിറ്റി അല്ലെ? അപ്പോ സൈ സ്ക്വയർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു പെർട്ടിക്കുലർ റീജിയൻ, ചെറിയൊരു ഡീറ്റോ എന്ന് പറയുന്നത് ചെറിയൊരു വോളിയം എലമെന്റാ. ഡീറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? dx dy dz എന്ന് പറയുന്നത് ചെറിയൊരു വോളിയം എലമെന്റ്. ആ വോളിയം ഇൻഫിനിറ്റസിമലി സ്മോൾ ആയിട്ടുള്ള വോളിയം എലമെന്റിലുള്ള പ്രോബബിലിറ്റിയാണ് സൈ സ്ക്വയർ ഡീറ്റോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോബബിലിറ്റി കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ എൻറ്റയർ സ്പേസിലുള്ള പ്രോബബിലിറ്റി കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ, എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ കണ്ടുപിടിക്കണം. അത് എത്രയായിരിക്കും? സൈ സ്ക്വയർ ഡീറ്റോ പ്രോബബിലിറ്റി ആയതുകൊണ്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഓവറോൾ പ്രോബബിലിറ്റി. ഓവറോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 അല്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത മാക്സിമം എത്രയാ? 1 അല്ലേ? ഇലക്ട്രോണിനെ കാണാൻ സാധ്യത മൊത്തം ഏരിയയിൽ ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോൺ എവിടെ ഉള്ളത്? ഇലക്ട്രോൺ ഈസ് ഇൻ ദാറ്റ് റീജിയൻ. ആ റീജിയനിലെ ഇലക്ട്രോൺ ഉള്ളത്. മൊത്തം ഏരിയ നമ്മൾ മൊത്തം മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത ബൗണ്ടറി, ആ ബൗണ്ടറി മൊത്തം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇലക്ട്രോൺ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. വേറെ മൂലാലോ? ഇലക്ട്രോൺ വേറെ പോവോ? ഇല്ല. ഇലക്ട്രോൺ ഷുഡ് ബി ദർ. അങ്ങനെയാണ് ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ we get the maximum probability that is equal to 1 അല്ലെ? അപ്പൊ ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ is equal to 1 ആയിരിക്കും. അപ്പൊ നമ്മൾ പറയാ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് എന്ന് പറയാ. അപ്പൊ എല്ലാ വേവ് ഫംഗ്ഷൻ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്തിരിക്കണം എന്നർത്ഥം. എങ്ങനെ നോർമലൈസ് ചെയ്യാം? സപ്പോസ് ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോയുടെ വാല്യൂ എന്താണ്? 1 അല്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ c കിട്ടിയെന്ന് വിചാരിക്കാം അല്ലെ? ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ ചെയ്തപ്പോൾ നമുക്ക് 1 അല്ല കിട്ടിയത്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ c ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ നോർമലൈസ് ചെയ്യാം? How can you normalize it? 1/√c. 1/√c മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ചെയ്ത് 1 തന്നെ കിട്ടും. ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോയുടെ വാല്യൂ c ആണെങ്കിൽ നിങ്ങൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് 1/√c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1/√c സൈ ആണ് ഇനി നിങ്ങളുടെ നോർമലൈസ് വേവ് ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ വേവ് ഫംഗ്ഷൻ ആയിട്ട് അപ്പൊ നിങ്ങൾ എന്ത് എടുക്കണം? 1/√c into psi നിങ്ങൾ വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. അപ്പൊ അതിന് നിങ്ങൾ ഇന്റഗ്രേറ്റ് ഓവർ ഓൾ ദ റീജിയൻ. ഇന്റഗ്രൽ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 1/√c psi the whole square ഡീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ നോർമലൈസ്ഡ് ആയി. അപ്പൊ നോർമലൈസേഷൻ ഒന്നുമില്ല. ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ 1 ആയിരിക്കും. അതായത് സൈ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ 1 കിട്ടണം. അതാണ് നോർമാലിറ്റി, നോർമലൈസേഷൻ. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ ψ1 ψ2 രണ്ട് ഫംഗ്ഷൻ ഇരിക്കുക, ψ1 and ψ2. അപ്പൊ ഇന്റഗ്രൽ ψ1 ψ2 ഡീറ്റോ എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. അത് ഓർത്തോഗണാലിറ്റി കണ്ടു. ഇതൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് വേവ് ഫംഗ്ഷന് പ്രത്യേകതകളാണ്. ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്ററിന്റെ വേവ് ഫംഗ്ഷനുകൾ ψ1 ψ2 ആണെങ്കിൽ അത് നോർമലൈസ്ഡ് ആണ്, ഓർത്തോഗണൽ ആയിരിക്കണം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ψ1 ψ2 ഡീറ്റോയുടെ വാല്യൂ 0 ആയിരിക്കണം. നോർമലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ψ1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ഇന്റഗ്രൽ ψ2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ദാറ്റ് ഈസ് നോർമലൈസേഷൻ. ക്ലിയർ ആണോ? സർ
ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പറ എന്താ ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ? പാർവണ പറയൂ. വാട്ട് ഡു യു മീൻ ബൈ എ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ?